രാജ്യത്ത് ഇതുവരെ നമ്മുടെ മുന്നിലേക്ക് വന്ന വാർത്തകളിൽ ജോലി സമ്മർദ്ദം താങ്ങാനാകാതെ 15 BLOമാർ മരിച്ചു എന്നുള്ളതാണ് ആരോപണം. ഇപ്പോൾ പുറത്തുവരുന്ന കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം നമുക്ക് ഗുജറാത്തിലേക്ക് പോകാം. ഗുജറാത്തിൽ നമ്മൾ ആ കണക്കെടുത്ത് പരിശോധിക്കുമ്പോൾ ഗുജറാത്തിൽ 4 BLOമാരാണ് ജോലി സമ്മർദ്ദം താങ്ങാനാകാതെ മരിച്ചത്. സ്കൂൾ അധ്യാപകനായ BLO അരവിന്ദ് വധേർ ആ പട്ടിക വന്നു കഴിഞ്ഞിരിക്കുകയാണ്. അരവിന്ദ് വധേർ 40 വയസ്സായിരുന്നു പ്രായം. സ്കൂൾ അധ്യാപകനായ രമേശ് പാർമർ 50 വയസ്സാണ്. ഹൃദയാഘാതത്തെ തുടർന്ന് മരിക്കുകയായിരുന്നു. ഉഷാബെൻ 50 വയസ്സാണ്. BLO ആണ്. ജോലിക്കിടെ കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു. അധ്യാപികയായ അസിസ്റ്റന്റ് BLO കൽപ്പന പട്ടേൽ 56കാരി ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു. ഇതാണ് ഗുജറാത്തിൽ നിന്ന് വന്ന വാർത്തകൾ. നമുക്ക് ഇനി പശ്ചിമ ബംഗാളിലേക്ക് പോകാം. പശ്ചിമ ബംഗാളിൽ ഇതുവരെ 3 പേരുടെ മരണമാണ് സമ്മർദ്ദത്തെ തുടർന്നുള്ള ആരോപണത്തോടുകൂടി വന്നിരിക്കുന്നത്. അങ്കണവാടി ജീവനക്കാരിയായ BLO ശാന്തി മുനി 48 വയസ്സാണ്. അവർ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. സ്കൂൾ അധ്യാപികയായ BLO റിങ്കു തരഫ്താർ 51കാരി ജീവനൊടുക്കി. BLO നമിത ഹൻസ്ത മസ്തിഷ്ക ആഘാതത്തെ തുടർന്ന് മരിക്കുകയായിരുന്നു. ഇതാണ് നമ്മൾ അവിടെ നിന്ന് കാണുന്നതെങ്കിൽ മധ്യപ്രദേശിൽ 4 പേർ സസ്പെൻഷൻ ലഭിച്ചതിന് പിന്നാലെ BLO ഭുവൻ സിംഗ് കുഴഞ്ഞു വീണ് മരിച്ചു. അധ്യാപകനായ ഉദയ്ബൻ സിഹാരെ സ്കൂളിലെ ശുചിമുറിയിൽ ജീവനൊടുക്കി. BLOമാരായ രമാകാന്ത് പാണ്ഡെ, സീതാറാം എന്നിവർ ജോലിക്കിടെ കുഴഞ്ഞു വീണ് മരിച്ചു. ഇനി രാജസ്ഥാനിലേക്ക് വന്നാൽ രാജസ്ഥാനിലും 2 പേരുടെ മരണം സംഭവിച്ചു. തഹസിൽദാറുടെ ഫോൺ കോൾ വന്ന് മിനിറ്റുകൾക്കുള്ളിൽ BLO ഹരിറാം ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു. മുകേഷ് ജംഗിത് ട്രെയിനിന് മുന്നിൽ ചാടി മരിക്കുകയായിരുന്നു. തമിഴ്നാട്ടിലും ഒരു മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. വനിതാ വില്ലേജ് അസിസ്റ്റന്റ് ജാഹിദ ബീഗം ജീവനൊടുക്കി. BLO ആയ അങ്കണവാടി ജീവനക്കാരിയാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ഉത്തർപ്രദേശിൽ സ്കൂൾ ജീവനക്കാരനായ BLO വിജയ് കെ വർമ്മ കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു. ഈ മരണങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇവരുടെയൊക്കെ മരണം സമ്മർദ്ദം മൂലമാണെന്നുള്ള ആരോപണം കടുപ്പിക്കുന്നത് പ്രതിപക്ഷ പാർട്ടികൾ. കേരളത്തിലടക്കം അതുകൊണ്ട് തന്നെയാണ് പ്രതിഷേധവും ഉയരുന്നത്. ഇതാണ് ഇപ്പോൾ പുറത്തു വന്ന വാർത്തകളുടെ ഒരു ശേഖരമായി നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്.